ഇതൊക്കെ കാണാനും കേൾക്കാനും ഒരു ഉണ്ണ ഉണ്ടായിരുന്നു. ഉണ്ണിയുടെ കണ്ടത്തിൽ 10 പേരളിയെ നിറത്തി വെച്ച നിറവിറയ്ക്കും കുളത്തി വെച്ച മണിവിളക്കിന്റെ തിരുമുൻപാകെ ആ താലിച്ചരട് ചേർത്തിയ എന്റെ ഉണ്ണി ഉണ്ടായിരുന്നു. ആ ഉണ്ണിക്ക് നിന്ന് കാണാനുള്ള യോഗം ഉണ്ടായില്ല അല്ലേ ഉണ്ണിയെ? അതല്ലേ നിനക്കൊരു പരിഭവം? അതിനെന്തിനാ നീ പരിഭവിക്കണേ? നിനക്ക് ഇടത്തും വലത്തായിട്ട് കൊണ്ടുവന്നതും നിന്നെ പരിപാലിക്കാനുള്ള ഏറിയ ഉണ്ണികളെ ഞാനും എന്റെ ഏട്ടനും കൂടി തന്നിട്ടില്ലേ? പിന്നെ നിനക്കെന്താ? നീ പറഞ്ഞതാ കാര്യം അല്ലേ? മനസ്സിലായില്ലേ? നീ പറഞ്ഞതാ കാര്യം. ഉണ്ണി സന്താനങ്ങൾ കൺവട്ടത്ത് കാണണം, മനസ്സിലായില്ല? കൺവട്ടത്തുണ്ടാവണം, ഒരുപാട് ദൂരം പാടില്ല. അവിടെ നിന്ന് വിളിച്ചാൽ വിളിയേക്കുന്ന ചുറ്റുവട്ടത്ത് നിന്റെ ഉണ്ണി സന്താനങ്ങൾ നീ നൽകിയ ഉണ്ണി സന്താനങ്ങൾ 3 ആയാലും 4 ആയാലും 10 ആയാലും നിന്റെ ചുറ്റുവട്ടത്തുണ്ടാവണമെന്ന് നീ മോഹിച്ചു. നീ മോഹിച്ചതല്ല, നിന്റെ കണ്ടത്തിൽ നിന്ന് കെട്ടിയത എന്റെ ഉണ്ണി മോഹിച്ച കാര്യം ഞാൻ നടത്തി തന്നില്ലേ ഉണ്ണിയെ? പിന്നെ നിനക്കെന്താ എന്നോട് പരിഭവം? എന്റെ അച്ഛന്റെ കൽപ്പന പ്രകാരം ഭൂമി മലയാളത്തിൽ എല്ലാ ഉണ്ണികളും പോണം. ഞാനും എന്റെ ഏട്ടനും മുടപ്പുറങ്ങളും അതുപോലുള്ള കല്ലും കരിക്കളും ഏത് 4-ാം ഇടത്തിരിക്കുന്നു. അവർക്ക് മാത്രം പോക്കില്ല ഉണ്ണിയെ. ഇതൊക്കെ മണ്ണിൽ നിന്ന് പോകേണ്ടതാ അല്ലേ? നിനക്ക് ഇടത്തും വലത്തായിട്ട് കുഞ്ഞുകുട്ടി പോയി നിങ്ങളെ പരിപാലിക്കാനും നിനക്ക് ഇടത്തും വലത്തിൽ നീ നിര്യാണം വന്നാലും ഇടത്തും വലത്തിരുന്ന് നെഞ്ചത്ത് കൈവച്ച് മാതാവെന്ന് ഉറക്കെ കരയാനായിട്ട് ഏറിയ ഉണ്ണികളെ എന്റെ അച്ഛൻ തന്നില്ലേ നിനക്ക്? എല്ലാവരും കണ്ടില്ലേ നീ? പിന്നെ നിനക്കെന്താ? നിന്റെ മിന്നി കെട്ടതായ ഉണ്ണി കണ്ടില്ല. അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കാണണം. അതല്ലേ മോഹണ്ടായിരുന്നു അല്ല ഉണ്ണിയെ? ഇതൊക്കെ അങ്ങേര് ഇരുന്ന് കാണുന്നുണ്ട് പോരെ? നിനക്ക് നീ അങ്ങനെ നിശ്ചയിച്ചു, മനസ്സിലായി? കൊണ്ടുവന്ന ഒരു ഉണ്ണികളും നിന്റെ വാക്ക് വിട്ട് അപ്പുറത്തേക്ക്, അതായത് എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ കണ്ടത്തിൽ ഞാൻ ചെറുകെട്ടി വരമ്പ് വെച്ച വെള്ളം അപ്പുറത്തെ കണ്ടത്തിലേക്ക് പോയിട്ടില്ല. അതുപോലെ കൊണ്ടുവന്ന ഓരോ ഉണ്ണികളും നിന്റെ വാക്കും വചനം കേട്ട് നിൽക്കണില്ലേ? അതുപോലെ അപ്പൊ ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു, ശരിയല്ല ഉണ്ണി? ഇനി എന്താ വേണ്ടേ? ഇനിയും 1-2 കാര്യം കൂടി നടത്തിക്കെട്ടതുണ്ട്. അതും കൂടി കണ്ടിട്ട് എന്റെ അച്ഛൻ നിന്നെ വിളിക്കൂ. അതുപോലെ തന്നെ നിന്റെ കണ്ടത്തിൽ മിന്നു കെട്ടിയ എന്നെ കൊണ്ട് നടന്ന് പരിപാലിച്ച ആ വായു നിന്നെ കൊണ്ടുപോകുള്ള മതിയൊന്നും. ഇനി ഒരു ഇല്ലം കൂടെയല്ലേ, അത് അടുത്ത കണ്ടക്കോൾക്ക് ഞാൻ തരപ്പെടുത്തി തരും. ഒരു ഇല്ലം കൂടെയല്ലേ, അത് ഞാൻ തരപ്പെടുത്തി തരുന്നു. അതും കൂടെയല്ലേ നിനക്ക് കാണണ്ടോ? പറയേ, അതും കൂടെയല്ലേ നിനക്ക് കാണണ്ടോ ഉണ്ണി? അത് തന്നെ നിന്റെ മനസ്സിൽ തോന്നിയ കാര്യമില്ല. ഞാൻ അതും കൂടെയല്ലേ നിനക്ക് കാണണ്ടോ? അത് ഞാൻ നിനക്ക് തരും. പിന്നെ എനിക്കിത് കൂടാണ്ട് വല്ലതും തരാന്ന് പറഞ്ഞിട്ടുണ്ട്, വെള്ളി വല്ലതും തരാന്ന് പറഞ്ഞിട്ടുണ്ടാ? എനിക്ക് എന്റെ ഏട്ടനും കൂടി വെള്ളി വല്ലതും തരാന്ന് പറഞ്ഞിട്ടുണ്ട്. മണ്ഡപം കൂടാക്കുണ്ട്, വെള്ളി വല്ലതും തരാന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഓർമ്മപ്പെടുത്തണ്ട. ഞാൻ ചോദിച്ചതിന്റെ ചോദ്യം മനസ്സിലായില്ല. എനിക്ക് 5000-ത്തുള്ള 10,000-ത്തുള്ള വെള്ളി വല്ലതും തരാന്ന് പറഞ്ഞിട്ടുണ്ടോ? ചോദിച്ച പറ്റാൻ മുന്നിൽ ഞാൻ അവിടെ ചെന്ന കാര്യം പ്രവർത്തിച്ച് പോരുണ്ട് ഈ നേരം കാലം വരെ. അത് ഉണ്ണികളായിട്ടുള്ള ഉടമ്പടിയല്ല. പോരെ, സന്തോഷല്ലേ? ഇനി എന്താ വേണ്ടേ? ഞാൻ ചോദിച്ചതെന്താ? എന്റെ ആ സ്ഥാനത്ത് വെള്ളാട്ടിന് വരുമ്പോ തന്നിരിക്കണം എനിക്ക്, മനസ്സിലാവുണ്ട? അതുപോലെ തന്നെ ഉണ്ണി സന്താനങ്ങൾ എന്റെ 4-ാം ഇടത്തുള്ള ഏത് ഉണ്ണികളായാലും ശരി എന്നെ എങ്ങനെ കൈമാടി വിളിക്കുന്നു ആ കൈമാടി വിളിക്കുന്നതാണ് എന്റെ വിളി, മനസ്സിലായില്ല? സ്നേഹത്തിലും സന്തോഷത്തിലും പരിപാലനത്തിലും വേണമെന്ന് പറഞ്ഞ് വിളിച്ചാൽ ഞാൻ അതുപോലെ തന്നെ ഈ നേരം കാലം വരെ ഞാൻ വന്നിട്ടുണ്ട്. അതുപോലെ ഇനി എന്നെ കാണാനുള്ള എനിക്ക് വിദ്യ തന്നിട്ടില്ല. അച്ഛൻ ഏറെ കരുക്കള ഈ ഭൂമി മലയാളത്തിൽ ജന്മം നൽകിയിട്ടുണ്ടെങ്കിലും വിദ്യയില്ലാത്ത ഒരേ ഒരു കരി ഞാനാ. അതായത് 7 മേടരാണ്ടെന്ന ഇളം വയസ്സ് കാലപ്രായം വരെ എന്നെ കാട്ടിലെടുത്ത് വളർത്തി. അത് കഴിഞ്ഞപ്പോ അച്ഛന്റെ ഇല്ലം മനക്കോലായി എന്നപ്പോ അച്ഛൻ എന്നെ വില്ലും വേലയ്ക്ക് പറഞ്ഞയച്ചു. അതായത് തേക്കും തെളിക്കും, നിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പാടത്ത് പണിക്ക് പറഞ്ഞയച്ചു. അത് കഴിഞ്ഞപ്പോ ആ വല്ലിക്കൂലി കിട്ടും, ഞാൻ അത് മധു കുടിക്കും, മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് വിദ്യയില്ല. പക്ഷേ ഓർമ്മപ്പെടുത്താനും കണക്കിൽ ഞാൻ മിടുക്കണം.
ഇത്ര വെള്ളി ഉണ്ണി തരാന്ന് പറഞ്ഞില്ലെങ്കിൽ ഉണ്ണിയുടെ കയ്യിൽ ഞാനത് വാങ്ങും. മനസ്സിലായ? അപ്പൊ നീ എനിക്ക് തരാന്ന് പറഞ്ഞു നോക്കി. ശരിയാ, ഞാനത് തന്നെ ചോദിച്ചുള്ളൂ. ഞാൻ വെറുതെ ഒന്നും പറയില്ല ഉണ്ണി. എനിക്കൊരു വെള്ളി എനിക്ക് കിട്ടാനുണ്ടെങ്കിൽ അതേറെ ഇല്ലായിക്കോട്ടെ, ഏത് കുലമായിക്കോട്ടെ, ഞാനത് വാങ്ങും. അങ്ങനെ ഒരു ഉണ്ണി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഞാനതോ ചോദിച്ചുള്ളൂ. എനിക്ക് തരാണ്ടെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. ഉണ്ണി എനിക്ക് തരില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ല? അതെങ്ങനെ ഞാൻ പറഞ്ഞത് ഓർമ്മിപ്പിക്കാനല്ല ഞാൻ. പിന്നെ കണക്കറിയാത്ത ഞാൻ നിന്റെ ഭവനത്തിന്റെ ഇന്ന ഭാഗത്തെ കണക്ക് പിഴച്ചു. നീ 2 ഭാഗം 4 ഭാഗം മളന്ന് തിട്ടപ്പെടുത്തിയപ്പോ ഇന്ന ഭാഗത്തെ കണക്ക് പോയി തച്ചന്മാരെ എല്ലാവരും കൂടി വലിയവയായിട്ട് നിരന്ന് ചരട് പിടിച്ചപ്പോഴും കണ്ടില്ല. നീ അത് വന്ന് നോക്കിയിട്ട് തിരിച്ചു പോയി. എന്നിട്ട് നീ കുറച്ചു ദൂരം ചെന്നപ്പോൾ നിന്റെ ഞാൻ കൈമാടി വിളിച്ച് കൊണ്ടുവന്ന് നീ 2ാമതാണ് വെച്ചു. അപ്പോഴല്ലേ ഇന്ന ഭാഗത്ത് കണക്ക് അതിൽ വരെ എന്താ ഞാൻ നിനക്ക് ചെയ്തു തരേണ്ട കുട്ടിയെ എന്നെ വിചാരിച്ചാ നീ. അതുകൊണ്ടല്ല നിനക്ക് ഞാൻ ആ കണക്കിലെ പിഴവ് കാണിച്ചത്. മനസ്സിലായില്ല? അതല്ലേ പറഞ്ഞു. തച്ചന്റെ കണക്കൊന്നും എനിക്കറിയില്ല. പക്ഷേ തച്ചന് തെറ്റ് പറ്റിയാലും എന്റെ ഉണ്ണി ഇല്ലം മനക്കോലായി, ഞാൻ തന്ന ഇല്ലം മനക്കോലായി. അന്നത്തിനും അടയാഭരണങ്ങൾക്കും കുറവില്ലാതെ നീ ആ മനക്കോലായി തങ്ങിപ്പറക്കുന്നത് 2 പരമ്പരകളായിട്ട് ഇനിയുള്ള കാലം എന്റെ 4ാം കടം പുലർത്തിക്കൊണ്ടുപോകണം. എന്റെ ഉണ്ണിക്ക് ഒരു വിഘ്നം വരാതെ കണ്ടും ഉണ്ടെ ഉണ്ണികൾക്ക് ഒരു വീഴ്ച വരാതെ കണ്ടും തച്ചന് കണക്ക് പിഴച്ചപ്പോൾ കണക്കറിയാത്ത ഞാൻ നിന്നോട് പറഞ്ഞു. അതല്ലേ നീ അളവ് പോലെടുക്കുന്ന അളന്ന് നോക്കിയതാണ് അല്ലേ? നീ പോയതല്ലേ അങ്ങോട്ട്, അതിലേക്ക് തിരിച്ചു വന്നതല്ലേ? നീ അളവ് പോലൊന്ന് വെക്കാനായിട്ട് അവര് വെച്ച് പണിത് തുടങ്ങിയല്ലേ? അപ്പോഴല്ലേ നീ അളവ് പോലെ വെച്ച്. അപ്പോ ഇന്ന ഭാഗത്ത് ഇത്ര അങ്കുലം പോയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ പറയാൻ പറ്റും. എനിക്ക് പറയാം ഇത്ര അങ്കുലം പോയെന്ന് ഞാനാ നിനക്ക് കാണിച്ചത്. അത് കഴിഞ്ഞപ്പോ പിന്നെ ഒരു ഉണ്ടായിട്ടില്ല. പിന്നെ അങ്ങോട്ട് പോലെ മനസ്സിലായില്ല. എന്റെ വഴിക്ക് തടസ്സം നിന്നാ തടസ്സം ഞാൻ വെട്ടി മാറ്റിയപ്പോ പിന്നെ എന്റെ വാഹനം കൂടി അങ്ങോട്ട് പോക്കായിരുന്നു. മനസ്സിലായാ ഞാൻ പറഞ്ഞത്? ശരിയല്ല ഉണ്ണി? ഇതിലും അതിന് മുമ്പ് വരെ അല്ല ചോദിച്ചത് ഞാൻ. നിന്നെ മോഹിച്ചത് വേറുണ്ടായിരുന്നു, നീ മോഹിച്ചത് വേറൊന്നിന്. നിന്നെ മോഹിച്ചതുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടെന്തേ അതിനെ നീ കണ്ടുപിടിക്കാൻ? അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത് എത്ര ഉണ്ടായിരുന്നു മാത്രമല്ല ചോദിച്ചുള്ളൂ. അതിന് അടയാളങ്ങൾ കൊണ്ടല്ല ഞാൻ ചോദിച്ചത്. ഇപ്പൊ സന്തോഷമാണ്. സന്തോഷമെന്ന് മാത്രമല്ല, കുഴപ്പമില്ല എന്ന് പറയാൻ പാടില്ല. സന്തോഷമാണെങ്കിൽ സന്തോഷമാണെങ്കിൽ ഇല്ലെങ്കിലില്ല. ഒരു വാക്ക് 2 ഉത്തരവുമില്ല. ഒറ്റ വാക്ക് ഒറ്റ ഉത്തരവ്. സന്തോഷമാണ്. ഞാൻ അങ്ങനെയാ. അതല്ല ഈ ഉണ്ണി ആരാന്ന് മാത്രം ഞാൻ ചോദിച്ചുള്ളൂ. അതിന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയില്ല നിന്നെ ഞാൻ വിളിച്ചത്. വെള്ളി സംബന്ധമായിട്ട് എന്തെങ്കിലും തരത്തിലുണ്ടായിരുന്നു മാത്രം മേല് കൈ ചോദിക്കുക. അതാണ് ഇതില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഉണ്ണി അങ്ങോട്ട് മോഹിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മനസ്സിലായി? അവര് മോഹം ഉണ്ടായിരുന്നു പറഞ്ഞത്. നല്ലവണ്ണം ഉണ്ടായിരുന്നു. നീ കാണാറുണ്ടാവും. കഥ കുറച്ചിട്ടില്ലെങ്കിൽ ഇതിനിപ്പോ അത് പറയണ അതിന്റെ ആവശ്യമില്ല. അല്ല എനിക്കറിയുകൊണ്ടല്ലേ ഞാൻ ഇത് ചോദിച്ചത്. എന്റെ കോമറായിട്ട് നീ കൂടി കണ്ടൊന്നുമില്ല, ഞാനായിട്ടല്ലേ കണ്ടു. അപ്പൊ അതിന്റെ അപ്പൊ സന്തോഷല്ലേ? പറഞ്ഞിട്ട് തന്നെയാ ചോദ്യം. അത് നിന്റെ നാവിൻ തുമ്പിന്ന് വീഴാൻ വേണ്ടി. ആ ഉന്നോട് ഇത്രയും കാര്യം പറഞ്ഞു. നീ ഓരോന്നോരോന്നും നിന്റെ നാവിൻ തുമ്പിന്ന് വീഴാൻ വേണ്ടിയിട്ടാണ്. നീ എന്റെ അട്ടം കേട്ടറിഞ്ഞ് വന്നതല്ലേ? അതെ. ഈ ഉണ്ണി പറഞ്ഞറിഞ്ഞിട്ട് വന്നല്ലേ? അതല്ല ഞാൻ ഈ ഉണ്ണിയോട് ഇത് ഏതാ ഉണ്ണീന്ന് ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായി. അപ്പൊ അത് കുറച്ച് കാലമായിട്ട് ഉണ്ണി സങ്കല്പിച്ചു. അതെന്താ പോവാത്തെ? അതെന്താ പോവാത്തെ? അല്ല പോണെന്ന് പറഞ്ഞല്ലോ, അതെനിക്ക് മനസ്സിലായി. കൊണ്ടുപോവാന്ന് പറഞ്ഞപ്പോ കൊണ്ടുപോവാന്ന് അതെന്താ നിർത്തിക്കണെന്നാ ചോദിച്ചുള്ളൂ. സന്താനത്തിന്റെ നക്ഷത്രം പറയാ എവിടെ ഏത് വിത്തിലടിച്ചാലും തിരിച്ചു പോരുന്നു. മനസ്സിലായി? പിടിച്ചതല്ല, പ്രഹരം മേൽക്കണ്ട, പിടിച്ചതല്ല. മനസ്സിലായില്ല? അതാ ഞാൻ ചോദിച്ചത്. പിടിച്ചു തള്ളലുണ്ടായിരുന്നു അതിന്റെ ചോദിച്ചത്. അതിന്റെയല്ല ഞാൻ ചോദിച്ചത്. അപ്പൊ പ്രഹരമേറ്റതിന് തുല്യല്ല.
അതിങ്ങനെ തോന്നൽ വരുമ്പോഴൊക്കെ ഇനി അവിടെ നിന്നിട്ട് ഞാൻ ഇറക്കിക്കൊണ്ടേ അപ്പോൾ ഇനി അവിടെ വരെ കൊണ്ടൊന്ന് നിർത്തി അത് മതി. പിന്നെ എന്റെ താഴ്ചയ്ക്ക് അടയാളം പറയണ്ടായി. എല്ലാ തുണിയാളരുടെ നക്ഷത്രം പറ്റില്ല. അപ്പൊ വെക്കല്ലേ അടുത്ത അത് കഴിഞ്ഞ വെക്കല്ലേ മനസ്സിലായില്ല. ഇപ്പൊ നിൽക്കുന്ന പോലെ തന്നെ സ്വരൂപിയായിട്ട് ഒരു മുഴത്തിൽ 3 പേരെ ഒരുമിച്ച് കെട്ടിക്കൊണ്ടുപോകണ്ടോ അതിന്റെ സന്തതി വരുമ്പോ എങ്ങനെ പോകുന്നു അതുപോലെ കൊണ്ടുപോയിക്കോളാം. മനസ്സിലായി? കണക്ക് പറച്ചിലില്ലാന്ന്. കണക്ക് പറഞ്ഞ ഞാനൊരു കണക്ക് പറയലുണ്ട് ഉണ്ണികളോട്. മനസ്സിലായി? കണക്ക് പറയലില്ലാന്ന് ഉണ്ണികൾ തമ്മിൽ ഈ നേരം വരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. വന്നതടക്കം. മനസ്സിലായി? അപ്പൊ ഞാനെന്താ പറഞ്ഞേ, കന്നിമാസം കഴിഞ്ഞ അടുത്ത കുറ്റി വെച്ചോ. ഞാനുണ്ടെങ്കിൽ അവിടെ എനിക്ക് മണ്ണൊന്നും തരണ്ട. വീട്ടോട് ഞാനിത്തിരി കൊതിയനല്ലേ ഇപ്പൊ വേണ്ടാന്ന് പറയൂ. അല്ല അതൊക്കെ ഉണ്ണിയുടെ ഇഷ്ടം എന്നാ പറഞ്ഞുള്ളൂ. ഇപ്പൊ വയ്ക്കല്ല ഉണ്ണി. ഇതുമ്മ ഉണ്ടോ നിനക്ക് വെള്ളിയുടെ കഷ്ടനഷ്ടം? വയ്ക്കല്ലേ? അതിനും കൂടെ ഒരു കുടിയിലാക്കി കൂടെ ആക്കല്ലേ? ആക്കല്ലേ എന്നാ ചോദിച്ചോളൂ. എന്നാലും നിന്റെ ഇത്ര വട്ടത്തില്ല. നീ ഒന്ന് കൈമാടി വിളിച്ചാൽ നിൽക്കുന്ന ദൂരത്താക്കി തന്നില്ലേ ഞാൻ? അതും കൂടി ഒന്ന് ആക്കി തരില്ലേ? കുറ്റി വെച്ചോളം പറയും ഉണ്ണിയോട്. ഞാൻ ഇതൊന്ന് പറയാൻ വേണ്ടി കൊടുക്കാം. വെച്ചോളാം. ഉണ്ണിക്ക് നിനക്കല്ല ഉണ്ണികൾക്ക് വരിക. മനസ്സിലായി? അപ്പൊ ശരീര സുഖം ഉണ്ടാവില്ല, വിദ്യക്ക് മൗഢ്യം വരാ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നീ ഇതൊന്ന് തീർത്തോ. മതിയാ? സമ്മതിച്ചാ? ഒരു വെള്ളി പറ. നിന്റെ 4-ാം ഇടത്തിന്റെ നാമോദയം ചോദിച്ചെന്തിനാന്നറിയും? അതറിയാൻ വേണ്ടിട്ടാ. മനസ്സിലായ? നീ ഒന്ന് അന്വേഷിക്കും. ഒടപ്പറന്നോട് 2 ഉണ്ട്. ഞാനുണ്ട്, എൻ്റെ ഏട്ടനുണ്ട്, മുത്തനുണ്ട്, വീടുണ്ട്. അതുപോലുള്ള കരുക്കളിരിക്കുന്നില്ല നിന്റെ ഇല്ല. നീ ഒന്ന് അന്വേഷിക്കും. എന്റെ അച്ഛൻ്റെ ആലയം കണ്ടിട്ടുണ്ടോ? എന്റെ അച്ഛൻ്റെ ആലയം കണ്ടിട്ടുണ്ടോ? മനസ്സിലായില്ല? അറിയൂ? അതല്ല ഞാൻ പറഞ്ഞു. എന്റെ അച്ഛന് തെളിയുന്നതിന് മുമ്പ് നിനക്ക് ഞാൻ കാണിച്ചെന്ന് നീ എനിക്ക് എന്താ തരാ? ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരവുള്ളൂ. ആ കറുത്ത വസ്ത്രക്കാരല്ലേ? ഞാൻ അങ്ങനെയൊക്കെ ശീലങ്ങൾക്ക് മാത്രം ജന്മം കൊണ്ടൊക്കെ വ്യത്യാസങ്ങളുള്ളൂ. അപ്പോ അങ്ങേരുടെ മകരമാസത്തിലെ മകരജ്യോതി തെളിയുന്നത് ആ മലയിൽ തെളിയുന്ന സത്യമാണെങ്കിൽ നിന്റെ ഇല്ലം മണക്കോലെ ഞാൻ കണ്ടുപിടിച്ചെന്നാൽ നീ എനിക്ക് എന്ത് തരുമെന്നാ ചോദിക്കുന്നു. നിന്റെ ഇല്ലത്തിനൊരു വീതോട് കലശം തരൂ. നിന്റെ ഇല്ലത്തിനൊരു വീതോട് കലശം തരൂ. സമ്മതിച്ച ഉടമ്പടിയല്ലേ? ണ്ടി വരുന്ന എൻ്റെ അച്ഛൻ്റെ ഉച്ചൂണ് കഴിഞ്ഞിട്ടാ. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഒരു ദിനം എനിക്കൊരു ആണ്ടക്കോൾ, ഒരു ദിനം എനിക്ക് അന്നില്ലാണ്ട് എന്നെ അടച്ചിരുന്നൊരു ദിവസം ഉണ്ട്. അതറിയോ നിനക്ക്? നിന്റെ പണിക്കരില്ലത്ത് ഗുണമൊന്നുമില്ല എന്നറിയോ? ഇതൊക്കെ അറിയണ്ടോ? അച്ഛനെ ആറാട്ടുകടവിലേക്ക് പക്ഷെ 11 നേരത്ത് കൈതോല വളപ്പം 5 കണ്ടം കടന്ന് പോകുന്നൊരു ദിവസമുണ്ട്. ആറാട്ടുപുഴ. അന്ന് പോകുമ്പോഴേ അന്ന് അച്ഛൻ തിരിച്ച് എഴുന്നള്ളി വന്നു കഴിഞ്ഞിട്ട് എനിക്ക് അന്നുള്ള നൃത്തമുള്ള പൂജയുള്ള ആട്ടമുള്ളൂ. മനസ്സിലായി? അങ്ങനെ അണ്ടക്കോള് എനിക്ക് അന്നില്ലാത്തൊരു ദിവസമാണ്. ആ പണിക്കരില്ലാത്ത ആര് ചത്താലും മുടിഞ്ഞാലും എനിക്ക് എൻ്റെ വീടോട് കർമ്മം നൃത്തം നടക്കും. മനസ്സിലായി? അന്ന് മാത്രം എനിക്കൊരു ദിനം അല്ല ഇത് മാത്രം പറഞ്ഞാൽ മതി. പറയാറുണ്ടോന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. മനസ്സിലായില്ല? വെറുതെ പറയില്ല. നീ ഒന്ന് അന്വേഷിക്കും. നീ ഒന്ന് തരയണ്ട. എത്ര വയസ്സായി? 37 വയസ്സുകാരായി. നിന്റെ ഇല്ലമ്മനെപ്പോലായി. നീ കണ്ടുപിടിച്ച് നീ ശരിയാവും. അപ്പൊ നിന്റെ സന്താനങ്ങൾ ഇതുപോലുള്ള കരുക്കളെ കാണാൻ എവിടേക്ക് പോവാ? നീ കാളിയെ സങ്കല്പിക്കുന്നൊക്കെ ഞാൻ നീ ആ ദേശത്തുള്ള കാളിയുടെ പരാജയം പരിഭവമൊക്കെ പറയും. അതുകൊണ്ട് കാര്യമില്ല. ഏത് കുലക്കാരായ, അതായത് നമ്മുടേതായ കുലക്കല്ല, ഏത് കുലക്കാരായിക്കോട്ടെ, ഏത് ജാതി ആയിക്കോട്ടെ, അത് ഞാൻ പറഞ്ഞു. അവർക്ക് 4-ാം മേടം കഴിഞ്ഞിട്ട് ആ തട്ടകത്ത് ക്ഷേത്രം. നീ പറയുന്നുണ്ടോ? മനസ്സിലായില്ല?
അത് ഞാൻ സമ്മതിക്കുന്നു, ഞാനത് ഞാൻ സമ്മതിച്ചു. മുൻകാലത്ത് കുടിലായിരുന്നു, ഇപ്പൊ അതിന് മാറി. അപ്പൊ എന്റെ പിതാവ് കുടിലല്ലേ കിടന്നത്, അപ്പൊ നീ എന്താ കുടില് കിടക്കാത്ത? ചോദ്യം മനസ്സിലായോ നിനക്ക്? നിന്റെ പിതാവിന്റെ കാലത്ത് കുടില് കിടന്നത്, ഇപ്പൊ നീ എന്താ കുടില് മാറ്റി കൊട്ടാരാക്കിയാണ്? ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല. അപ്പൊ നീ നല്ല രീതിയിലല്ലേ കിടക്കണേ. അപ്പൊ നിന്റെ നാളാമേടം നീ ഒന്ന് കണ്ടുപിടിക്കും, ഞാൻ കാണിച്ചു തരാം. മതിയൊന്നും ഈ 37 വയസ്സ് കാലപ്രായം. ഇനി നിന്റെ സന്താനങ്ങള് നാളെ നിന്നോടൊരു ചോദ്യം ചോദിച്ചാൽ നിനക്ക് ഉത്തരം നാലാമേടം കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ലേ ഉള്ളൂ. നാലാമേടം ഉണ്ണിയെ പാണാഞ്ചേരിയല്ലേ പറഞ്ഞു അല്ലേ? പറഞ്ഞില്ല എന്നോട് കാര്യം പറഞ്ഞ് ഞാൻ ആ കാര്യം നടത്തി തന്ന ഉണ്ണിയെ എണ്ണി 11 ദിനം 12ാമത്തെ ദിനം പച്ചപ്പാതിരാ നേരത്ത് ഉണ്ണിയുടെ ഭവനത്തിൽ എൻ്റെ പോത്തിന്റെ കുളമ്പടി നാഥം എൻ്റെ കുറുവടിയുടെ നാഥൻ്റെ മതിയാ പൊക്കോ. ഞാനിത് പറയുന്നത് വിചാരിച്ചിട്ടില്ല, ഇത്രയൊന്നും പറയുന്നു വിചാരിച്ചില്ല. ആ പെൺസന്താനത്തിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ മതി, വേറെ ഒന്നും പറയണ്ട. നീ എൻ്റെ ആട്ടം കാണാൻ വേണ്ടി വന്നല്ലേ ഈ ഉണ്ണി പറഞ്ഞു അല്ലേ? വന്നപ്പോ നിനക്ക് എൻ്റെ രൂപം കണ്ടപ്പോ നിനക്ക് മനസ്സിലായില്ല അല്ലേ? എൻ്റെ രൂപം കണ്ടപ്പോ ഈ ഉണ്ണി പറഞ്ഞ മുതലുള്ളത് എന്ന് തോന്നില്ലേ നിന്റെ മനസ്സിൽ? അതാണ് മായക്കാരൻ. എനിക്ക് 6 മായയ്ക്ക് 100 ദിവസം നീ പൊക്കോ. ഈ വെള്ളി നാണയം കളഞ്ഞു പോയി. ഇനി എവിടെ എന്നെ കാണാൻ വരാൻ തന്നാൽ മതി. എൻ്റെ ആട്ടക്കാരനല്ല, ഞാൻ എവിടെ ആടുന്നു അവിടെ നീ കണ്ണു. ദിനം ഒരു നേരം 2 നേരം ഓരോ വെള്ളിക്കേസിന് നിന്റെ കാര്യം ഞാൻ നടത്തിത്തരാം. മതിയാ ഓക്കെ. ചെറിയൊരു പ്രയാസം ഉണ്ടെന്ന് പറഞ്ഞു. പഴനിയിൽ പോയി പാലഭിഷേകം തീരം കൊണ്ട് അഭിഷേകം ചെയ്തു. ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ട് അപ്പോഴതിനോട് വരുന്നു. ഞാൻ ഒരു കാര്യം മാത്രം ചോദിക്കാൻ തിരുവാതിരപ്പുഴ മഞ്ചൂർക്ക് വന്നിട്ടുണ്ട്. ചിങ്ങം തീരാൻ ഇനി അധികം തീരില്ല തരാം. തന്നാ എന്ത് തരും? ഞങ്ങളുടെ അടിസ്ഥാനത്ത് ഞാൻ തന്നാ എന്ത് തരും? അല്ല ഇവിടെ തന്നാണോ അത് നമ്മുടെ വീട്ടിലെ ഉണ്ണിയുടെ ഇല്ലത്ത് എന്ത് തരും? ഉണ്ണിയുടെ ഇല്ലത്തിന് ഞങ്ങൾ 2 പേരുണ്ടല്ലോ. ഉണ്ണിയുടെ ഇല്ലത്ത് എനിക്ക് എന്ത് തരും? ഒരു വലുതാണ്ടക്കോളും ഒരു കൊല്ലത്തെ പൂജ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി. ഇവിടെ 2-3 ആണ്ടക്കോളല്ലേ എന്നെ ആ ഒരു ചെറിയൊരു കുടിലിന്റെ അകത്തേക്ക് വെച്ചൊന്ന് മാറ്റി, എന്റെ കുടിലിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഇപ്പോഴും തിരിച്ചു കയറ്റി വെച്ചിട്ടില്ല വെച്ചാ. ഇതിപ്പോ പുതിയ അമ്പലത്തിലേക്ക് കിട്ടിട്ട് 3 വർഷം കഴിഞ്ഞ് 4ാമത്തെ വർഷം വരാൻ അല്ലേ? അപ്പൊ നിന്റെ ഭവനത്തിൽ എനിക്ക് തരൂ എൻ്റെ ഒരു മണ്ഡപം. അത് തരണോണ്ട് താമസിച്ച് വിരോധമുണ്ട്. നമ്മുടെ കുടുംബക്കാർക്ക് അത് നമ്മുടെ കുടുംബക്ഷേത്രം പുതിയത് പണിതു. അത് കഴിഞ്ഞിട്ട് ഭവനത്തിൽ ചെയ്യുമ്പോൾ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടാവും അങ്ങനെ പറയുമോ? മനസ്സിലായില്ല. ഇപ്പൊ ഈ ഉണ്ണിസന്തനങ്ങൾക്ക് 4ാം മേടുണ്ട്. അവിടെ എനിക്ക് കൊല്ലം തോറും എൻ്റെ വെള്ളാട്ടുണ്ട്, എൻ്റെ ഉടപ്പുറന്നുള്ളിയുണ്ട്, എൻ്റെ ദേവക്കാരൻ്റെ, എൻ്റെ ഏട്ടൻ്റെ ഉണ്ട്, ഭദ്രന്റെ വരെയുണ്ട്. ആ ഉണ്ണികളോട് എന്താ പറഞ്ഞേ? ഈ ചിങ്ങമാസത്തില് ഭൂമി മലയാളത്തിലെ മാനുഷമഹാജനങ്ങളെ ഏതില്ലത്തിരുന്നാലും തിരുവോണ നാളിൽ അന്നം കഴിക്കുന്നേ നിന്റെ ഇല്ലം ഞാൻ പണിത് തരാന്ന് പറഞ്ഞു. നിന്റെ വാക്കൊന്നും ഞാൻ മറക്കില്ല. സന്തോഷം സ്വാമിക്ക് എന്താണ് സന്തോഷം? നിന്റെ ഉണ്ണിസന്താനത്തിന് വ്യാഴം മഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. ഉണ്ണിസന്താനത്തിന് പറഞ്ഞ ആ കടലാസുണ്ട് വന്ന് കർമ്മസ്ഥാനം പൂർത്തീകരിച്ച അടുത്ത ആണ്ടക്കോൾക്ക് ഇതേ ചിങ്ങമാസത്തില് നിന്റെ ഭവനത്തില് എനിക്ക് വെള്ളാട്ട് തരണം, ഒരു മണ്ഡപം തരൂ. മറ്റുള്ള ഉണ്ണിയുള്ള കാര്യം എനിക്കറിയേണ്ട കാര്യം. അവര് കൊണ്ടുവന്ന് തരും നിന്റെ ഉണ്ണിക്ക് കർമ്മം. ഇല്ല, ഞാനല്ല തന്നെ, ഞാനല്ല പറഞ്ഞു ശൂലക്കാരന് ഇന്ന പോലെ പ്രവർത്തിക്കാൻ അല്ലേ? അതുപോലെ തന്നെ പ്രവർത്തിച്ചില്ലേ? ഞാനെന്താ പറഞ്ഞ് ചിങ്ങപ്പുലര് തീരട്ടെ എന്ന് പറഞ്ഞ് അപ്പോഴേക്കും നിനക്ക് തീർപ്പുണ്ടാക്കി തരണം. എന്റെ ഭാഗത്തൊന്നും ഞാൻ മറക്കില്ല. അപ്പൊ നീ ഒരു ആണ്ടക്കോള് നിന്റെ 4ാമത്തെ പൂജാതി കർമ്മം എനിക്കറിയില്ല. നിന്റെ ഭവനത്തിൽ എനിക്കത് കിട്ടണം. അത് സമ്മതമെന്ന് മാത്രം പറഞ്ഞു. ഒരു വലിയ സമരക്കാരനും കൂടി നിന്ന് പ്രവർത്തിക്കും. നിനക്ക് ചിങ്ങമാസം തീരുന്നതിന് മുമ്പ് ഇനി അധികം ദിവസം അത്രേ വേണ്ടു. എത്ര മതി? വേറെ മനസ്സിലായി. ആട്ടക്കാരനെന്നെ നാമക്കാരെയൊക്കെ ഉണ്ണിക്ക് ഇഷ്ടമുള്ളവരെ വിളിക്കാം. അതൊന്നും എനിക്ക് പരിപോലും. എനിക്ക് നിന്റെ തിരുമുറ്റത്ത് ആ കോലായിൽ എനിക്കൊരു മണ്ഡപം, അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ കോമരക്കാരുണ്ട്, അദ്ദേഹത്തിന് അതല്ലേ ഞാൻ പറഞ്ഞു. ആട്ടക്കാരനെ വിളിക്കാതെ നിന്റെ ഇഷ്ടം. അത് ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ ഉണ്ണിയുടെ വിഷയ. മനസ്സിലായില്ല?
അല്ല ഞാൻ ചോദിച്ചതാ എന്താ ഉണ്ണി നിശ്ചയിച്ചിരിച്ചേ? ആട്ടക്കാരനെ ഞങ്ങൾ അവിടെ നിശ്ചയിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല. ആ ഉണ്ണി പൂർണ്ണമാനല്ലാന്ന് ബോധ്യല്ലേ? അപ്പൊ അതുകൊണ്ടാ പറഞ്ഞു ആ ഉണ്ണി പൂർണ്ണമാനാണെന്നുണ്ടെങ്കിൽ നിനക്ക് എന്നെ കിട്ടേണ്ടതായിരുന്നു. ഈ കാര്യം ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഇന്ന ഭാഗത്തുനിന്ന് ഒരു പിഴവ് വന്നിട്ട് ആ പിഴവ് തീർത്താൻ നിനക്ക് എന്ന് കിട്ടേണ്ടതായിരുന്നു. എന്തുകൊണ്ടത് ചെയ്തില്ല? അതാണ് ഒരു ആട്ടക്കാരൻ അല്ലെങ്കിൽ ഒരു കർമ്മി പൂർത്തിനി. അതൊരു കർമ്മി ഒരു ഉണ്ണി സന്താനത്തിന്റെ നാമോദയ നക്ഷത്രം പറഞ്ഞ് ഇത്ര വയസ്സായെന്ന് പറഞ്ഞാൽ നല്ലൊരു കർമ്മിയാണെങ്കിൽ ഇന്ന ദോഷം ഇന്ന കരുക്കളുണ്ട്, ആ ദോഷം തീർത്താൻ നിനക്ക്, അതായത് ഇന്ന ഭാഗത്ത് കാടുണ്ട് അത് വെട്ടിത്തെളിച്ചാൽ നിനക്ക് വഴിയായി എന്ന് പറയാം. മനസ്സിലായില്ലേ? നിന്റെ ഭാഷയിൽ മനസ്സിലാവുന്ന ഭാഷയല്ല എന്റെ വചനം. അത് പറയേണ്ടത് ആ കർമ്മിയ, അത് പറയേണ്ടത് ആ ആട്ടക്കാരനാ. അത് പറഞ്ഞില്ലല്ലോ. മറ്റൊരില്ലത്തെ ആട്ടക്കാരൻ നിന്റെ പിതാവിനോട് കാര്യം പറയേണ്ടി വന്നില്ലേ? അപ്പോ നിന്റെ നാലാമത്തെ ആട്ടക്കാരനോ ഞാനോ കേമൻ? മനസ്സിലായില്ലേ? ഞാനോ നിന്റെ നാലാമത്തെ ആട്ടക്കാരനോ കേമൻ? ഞാൻ തന്നെയല്ലേ കേമൻ? എന്റെ ആട്ടക്കാരനല്ല. നിന്റെ ഇല്ലത്തും എന്റെ ഇല്ലത്തും എവിടെയായിരിക്കുന്ന ഞാൻ തന്നെയല്ലേ കേമൻ? മനസ്സിലായില്ലേ? അവിടെ നല്ല രീതിയിലാണെങ്കിൽ ഞാൻ ആട്ടക്കാരനെ പറയായിരുന്നില്ലേ? അപ്പോ അവിടെ വലുപ്പ് ചെറുപ്പെന്നുള്ള വിഷയമുണ്ട്. മനസ്സിലായില്ലേ? അല്ല ഞാൻ പറഞ്ഞതിന്റെ കാര്യമുണ്ട്. വലുപ്പ ചെറുപ്പൊന്നും വലിയ അളവൊന്നും ഇല്ലാത്തതും ഒരു ഏറെ കുറവുണ്ടല്ലേ? എനിക്കൊരു ഏറെ കുറവില്ല. മനസ്സിലായി? ഞാൻ ഏറെ കുറവ് കാണിച്ച തിരിച്ച് ഞാനവിടെ ഏറെ കുറവ് കാണിക്കുമ്പോൾ ഞാൻ ചെറുതിന്ന് പെട്ടുള്ളൂ, വലുതിന്ന് പെട്ടില്ല. അത് ഈ ഉണ്ണിക്ക് നല്ല ബോധ്യത്തിൽ ഞാൻ ചെറുതിന്ന് പെട്ടുള്ളൂ. മനസ്സിലായി? 60-65-70 വയസ്സായ ഉണ്ണിനെ ഞാൻ പിടിച്ചിട്ട് വല്ല കണ്ടത് എന്തായാലും പോണ്ടതല്ലേ? ഒരു ചെറുതായാലോ അതിന്റെ മാതാവിനും അതിന്റെ പിതാവിനും അതിന്റെ അപ്പുറത്തെ ആൾക്കാർക്കും ക്ലാഷ് ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ആ ഉണ്ണി നല്ലതാണെങ്കിൽ നീ എന്നെ കയറിപ്പോയേനെ. ഒരു ദൂരം പാടില്ല. ഒന്ന് കൈമാടി വിളിച്ചാൽ എത്തുന്ന ദൂരത്ത് വേണമെന്ന് നിശ്ചയം നടത്തി കൊടുക്കുന്ന ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഉണ്ണി സന്താനത്തിന്റെ ഇല്ലത്തുള്ളവര് ആ കൈകാര്യം ചെയ്യുന്ന ഉണ്ണികളിൽ എല്ലാ ഉണ്ണികളും എന്റെ ഉണ്ണികളാണെന്ന് വെച്ചാൽ ശരിയായി നാമോദം പറയുന്നത്. ഞാൻ തന്നെയാണ് മേൽശാന്തി. അല്ല അതിന് ഞാൻ ഉണ്ണി തെറ്റും പറഞ്ഞില്ല. മനസ്സിലായില്ലേ? ഉണ്ണി അത് ചെയ്യുന്നോണ്ട് ചില ഉണ്ണികൾക്ക് പിന്നിപ്പുണ്ടെന്ന് മാത്രമേ അല്ലാണ്ട് ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. ഇങ്ങനെയൊക്കെ ചവിട്ടിത്താർത്താൻ നോക്കിയിട്ട് നല്ല പറഞ്ഞു എന്നെ തോൽപ്പിക്കണേ എന്റെ അച്ഛനെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞ പോലെ എന്നെ 3:30 കാണിക്കാം. എത്ര വലിയ കൊടി കുട്ടിയ കർമ്മിയാൽ ഇതിനെ കെട്ടാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ആ 3:30 നാഴി കഴിഞ്ഞ് എന്റെ അച്ഛന്റെ മുസ്ലിങ്ങളും കഴിഞ്ഞ് ഞാൻ കിഴക്കും തിരിഞ്ഞ് ആ പടിക്കരയിലത്തെ കഥ കാര്യങ്ങൾ പറയുന്നത് സത്യാണെങ്കിൽ ഞാൻ ആ കെട്ടൊന്നും പൊട്ടിച്ചു വിട്ടാലേ ഒരു എന്റെ പോത്തിന് പുല്ലുള്ളൊട്ടിക്ക് വിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാ? ചില ഉണ്ണികളൊന്ന് കൂട്ടിക്കെട്ടാൻ നോക്കി, അത് നടന്നില്ല. നിന്റെ കൂടെ ഞാനല്ല, അപ്പൊ പിന്നെ നടക്കും. എന്നെ കേട്ടോ ഒക്കെ ഞാനും അന്നെനിക്ക് ഒന്നും വേണമെങ്കിൽ പിന്നെ എൻ്റെ അടുത്തേക്കിൻ്റെ കാര്യമില്ല. എന്താ ഉണ്ണി പറഞ്ഞു? അതിനാണ് ഞാൻ ഉടമ്പം ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടല്ല വിധി ചോദിച്ചാൽ ഞാൻ തരാം. വിധി നിൽക്കില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് വിധി തരാം? പക്ഷെ ഓർമ്മിപ്പിക്കാം. അതായത് വിധിക്ക് ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു എൻ്റെ ചാത്ത എന്നൊന്ന് ഓർമ്മിപ്പിച്ചേക്കണേ. ആ എഴുത്തു പരീക്ഷയ്ക്ക് ആ മുറിയറയിൽ ചെല്ലുന്ന സമയത്ത് എന്നൊന്ന് ഓർമ്മിപ്പിച്ചേക്കണെന്ന് പറഞ്ഞാൽ നീ ഏതേത് ദിവസം പഠിച്ചത്, ഏതേത് മുറിയറയിൽ പഠിച്ചത്, ഏതേത് നേരത്തെ പഠിച്ചത്, ഏതേത് അക്ഷരങ്ങൾ വള്ളിപുള്ളി തെറ്റാതെ കണ്ട് എൻ്റെ ചിത്താകരണം ഓർമ്മിപ്പിക്കുമ്പോൾ നിന്നെ ഞാൻ ഓർമ്മിപ്പിച്ചത്. അല്ലാണ്ട് വിധി എന്നോട് ചോദിക്കും ഞാൻ തരില്ല. അതല്ലേ പറഞ്ഞു. അത് തന്നെ ഞാനും പറഞ്ഞത്. മനസ്സിലായി? പഠിച്ചാൽ നിനക്ക് ഓർമ്മിപ്പിച്ച് ഞാൻ തരാം. മതിയാ? കുട്ടിക്കളിക്ക് നിന്നാൽ ഞാനും കുട്ടിക്കളിക്ക് കൂടും. ഞാൻ കുട്ടിക്കളിക്കും എടുക്കണ. എൻ്റെ മാതിരി കുട്ടിക്കളിക്കുള്ള ഒരു കാര്യം എൻ്റെ അച്ഛൻ ഈ ഭൂമി മലയാളത്തിന് ജന്മം നൽകി. പക്ഷെ ആ കുട്ടിക്കളിയിൽ ഇരിക്കല് കുട്ടിക്കളി. മനസ്സിലായ? സമ്മതിച്ച ഇതിനെ കൊണ്ടുവരണം. ഇതിനും അടുത്ത ആണ്ടക്കോൾക്ക് അവിടെ തരണം. അവിടെ തരണം. കളഞ്ഞു പോരുത്. നീ പുസ്തകം കൊണ്ടുപോകുന്ന സന്ധിയില്ലേ അതിനൊക്കെ പൊതിഞ്ഞു വെച്ചോ കേട്ടാ. അങ്ങനെ എനിക്ക് പറയാൻ പാടില്ല. മനസ്സിലായ? അത് പറഞ്ഞ് ഈ ഉണ്ണികളൊക്കെ എന്നെ ഇതെടുത്ത് എന്തെങ്കിലും ചെയ്യില്ലേ? എന്താ മായക്കാരൻ ഈ വക ഭാഷയൊക്കെ പറയുന്നത് കേട്ടില്ല. അതെന്റെ ഭാഷയില്ല. അതാ ഞാൻ പറഞ്ഞു നീ പുസ്തകത്താൾ കൊണ്ടുപോകുന്ന സന്ധിക്കകത്തിട്ടോളാൻ. മനസ്സിലായില്ലേ? അശുദ്ധിയുള്ളപ്പോഴും തൊടണ്ട. മനസ്സിലായ? പുസ്തകത്താൾ നിർത്തി വെക്കുന്ന സമയത്ത് എന്നെ ഒന്ന് മനസ്സിൽ കണ്ടേക്കാം. ഏതാ? എന്റെ കോമരത്തിന്റെ രൂപമല്ല, എന്റെ രൂപം ഒന്ന് കണ്ടേക്കാം. പൂത്തുംപുറത്ത് ഇരിക്കുന്ന രൂപം ഒന്ന് കണ്ടോ കേട്ടാ. ഞാനേ കറുത്തൊരു ശരീരം പൊക്കം കുറഞ്ഞവനാ, കാണാന് 7 അഴക. മനസ്സിലായില്ല?
എന്നെ കണ്ടവര് ഒരു വട്ടം കണ്ടിട്ടുള്ളൂ. ഞാൻ തൂണിലും തുരുമ്പിലുണ്ട് ഉണ്ണി. രണ്ടാമത് എന്നെ കാണണമെന്ന് മോഹിച്ചിട്ടേ കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ അങ്ങനത്തെ ഒരു മുതലാ. അച്ഛനോട് കണക്ക് പറഞ്ഞു ഉണ്ണിയ. മനസ്സിലായോ നിനക്ക്? വല്ലതും ഒക്കെ ഇങ്ങോട്ട് വന്നിങ്ങനെ എനിക്കൊന്ന് കാണേണ്ടത്. എന്ത് ഇതിന്റെ കൂടെ ആരാ? എന്റെ അച്ഛന്റെ നക്ഷത്രമൊന്നും തിരുവാതിര. ഞാൻ ചോദിച്ചതാ. എന്തെങ്കിലും പൂര കൊടുക്കണ്ട. ഞാനത് ചോദിച്ചില്ലല്ലോ. എന്തോന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. എന്തെങ്കിലും മറക്കണ്ടെന്ന് എന്നോട്. അല്ല എന്തെങ്കിലും മറക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ പിന്നെ ഒന്നില്ല എന്ന് പറയണ്ട. അപ്പൊ ഒന്നില്ല എന്ന് പറയില്ല. എന്തുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ എന്താ നിന്നോട് ചോദിച്ചു? എന്തെങ്കിലും മെടാകുടത്തിൽ പോയിട്ട് എന്തെങ്കിലും കൈ വെച്ചില്ലോ എന്ന് മാത്രം ഇല്ലത്തിലൊന്നുമില്ല. പിന്നെ രണ്ടാമതും ഇല്ല ഇല്ല എന്ന് പറയുമ്പോ ഇതിലെന്തോ ഉണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. സമ്മതാണ്. അത് കൊടുക്കുമ്പോ പറയാ എനിക്ക് വിദ്യ തരണമെന്ന് പറയാം. സമ്മതിച്ച എനിക്ക് വിദ്യ തരണമെന്ന് പറയാ. വീണാധാരി വീണ വീട്ടും പോലെ സകല ശാസ്ത്രങ്ങളും വേദങ്ങളും പഠിച്ചതാ എന്റെ കാര്യം. ഇങ്ങനോട് പറയാ വീണാധാരി വീണ വീട്ടും പോലെ എനിക്ക് വിദ്യ തരണം. എന്റെ നാവിൻ തുമ്പിൽ വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ തരില്ല. അപ്പൊ കടും മധുരത്തിൽ നിന്റെ പേരിൽ കൊടുത്തു. അതിന്റെ അന്നം എന്തൊക്കെ വേണ്ട വസ്തുക്കൾ നീ വാങ്ങി കൊടുത്തേക്കണം. നീ നിൽക്കാൻ നിന്റെ പിതാവിനെ കൊണ്ട് വാങ്ങിപ്പിച്ച് കൊടുത്തേക്കണം. കടും മധുരത്തിൽ വെച്ചേക്കണം. മനസ്സിലായ? അത് കഴിഞ്ഞ് 30 നാൾ കൂടുമ്പോ നിന്റെ പിറന്നാള് ദിനം വരുന്നേ എന്റെ ഉടപ്പറന്നുള്ള ശരിയായിട്ടുള്ള കാളി അവിടെ ഒരു ഒറ്റയപ്പം കിട്ടും. കണ്ടിട്ടുണ്ടാ? കഴിച്ചിട്ടുണ്ടാ? എപ്പോഴാ തരാം? 27 വയസ്സിൽ നടക്കണ്ടാണല്ലോ. 27-28 വയസ്സിൽ നടക്കണ്ടാണല്ലോ. അല്ല 27-28 വയസ്സിൽ വന്ന മംഗല്യം വന്നു. അതിനെ ചോദിച്ചേ വല്ല സ്നേഹബന്ധം ഉണ്ടായില്ല എന്തെങ്കിലും നിന്നോട് പറയൂ. എന്താ അത് പറ. അല്ല അത് തന്നെയാ പറഞ്ഞു. ഏതെങ്കിലും ഉണ്ണിയോട് പറയൂ എനിക്ക് ഇന്ന കുലത്തിലുള്ള ഒരു ഉണ്ണിനെ ഇഷ്ടമെന്ന് പറയൂ. ചിലപ്പോ സമ്മതിച്ചില്ലെങ്കിലോ മംഗല്യം നടത്തിയൊന്നും എനിക്കെന്ത് തരും? അടുത്താണ്ടക്കൊടുക്ക മീനമാസത്തിൽ എന്റെ അച്ഛൻ ദേവാദിദേവന്മാർക്ക് നാഥനായി പാടത്ത് കട്ടകുത്താൻ 5 കണ്ടം കടന്ന് കൈതോലോളപ്പം കിടന്ന് ആറാട്ടുകടവില് മാനുഷമഹാജനങ്ങൾ നോക്കി നിൽക്കെ എന്റെ അച്ഛൻ ആറാട്ടുകടവില് മുങ്ങി നിവരുന്ന സത്യാണെങ്കിൽ അതിനു മുമ്പ് നിന്റെ ഉണ്ണിയുടെ മംഗല്യം ഞാൻ നടത്തി തന്നാൽ എനിക്കെന്ത് തരുന്നു? പറ്റില്ല. കെട്ടുന്ന താരിത്തൊക്കെ തന്നെ പിന്നെ എനിക്ക് തരണം. എന്റെ ഇല്ലത്തെ എവിടെയാ? ഉണ്ണിയുടെ അല്ലേ. പറ്റൂ? ചെറുതാക്കണ്ട. ചെറുതാക്കണ്ട. മനസ്സിലായില്ല? കെട്ടുന്ന നിന്റെ കണ്ടത്തിൽ കിടക്കണ്ടേ ഒരു വസ്തു ഈ ഉണ്ണി കെട്ടിട്ട് അതുപോലെ താലിയില്ലേ പറഞ്ഞത്? മനസ്സിലായ? അതെനിക്ക് തരണം. എനിക്കും എന്റെ കാളിക്കും സമ്മതാണ്. അത് വെച്ച് നീ ചെറുതാക്കണം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വലുതാക്കാന്ന് പറയില്ല. മനസ്സിലായില്ലേ? എന്തായാലും ഈ വലുപ്പല്ല അങ്ങേർക്ക് കൊടുക്കാൻ പറഞ്ഞേ. അപ്പൊ ഇതിപ്പോ ഈ ചെറുതായിട്ടിരിക്കട്ടെ. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് വലുതാക്കാന്ന് വെച്ചാലേ ഞാനൊരു വലുതാക്കലുണ്ട്. അത് വന്ന പോലെ തന്നെ അങ്ങോട്ട് പോകും. ആ കെട്ടുന്ന താലി നിനക്കൊരു കണക്കുണ്ടല്ലോ ഇല്ലേ? ഇത്ര വലുപ്പത്തിന് ഇത്ര തൂക്കത്തിന് താലി വേണമെന്നില്ലേ? മിന്നിന്റെ കണക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ താലിയുടെ തൂക്കത്തിൽ എനിക്ക് തന്നാൽ നിന്റെ ഉണ്ണിയുടെ മംഗല്യം ഞാൻ നടത്തി തരാം. ഞാൻ ഈ പറഞ്ഞ തീയതി സമ്മതാണോ? വാക്ക് മാറി നീ പിന്നെ ഈ ദീപം കത്തിച്ച് ഒരു ഉണ്ണി സന്താനത്തിനും കയ്യിൽ കൊടുക്കില്ല. കൊണ്ടുവന്നാലല്ലേ നീ കൊടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ല? മംഗല്യത്തിനെ കൈപ്പിടിച്ച് അങ്ങനെ അകത്തേക്ക് കയറ്റെങ്കിൽ മംഗല്യം കഴിച്ച് കൊണ്ടുവന്നാലേ പറ്റുള്ളൂ. പറഞ്ഞോ? നാമോദയം പറയാ ഉണ്ണിയുടെ. നീ പറയാം ഇതിനെ കൊടുത്തതല്ലേ? ഇതിനിപ്പോ അവിടേക്ക് ബന്ധണ്ട.
അതാ ഇല്ലം നിന്റെ ഇതാ ഇല്ലം അല്ലേ? നിനക്ക് ഇടയ്ക്കെല്ലാം അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഇനി അവിടെ ഒരു പെൺസന്താനം വന്ന് നിനക്ക് ഇടയ്ക്കിടയ്ക്ക് പോകാൻ പറ്റുമോ? പറ്റില്ല. ഇതിപ്പോ നിന്റെ ഇല്ല. അല്ല, ഞാൻ ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായില്ല. കൈപ്പിടിച്ച് വേറെ ഇല്ലത്തേക്ക് കൊടുത്താൽ അതാണ് നിന്റെ ഇല്ലം, അവിടേക്ക് കൊണ്ടുവന്നാൽ അതാണ് ആ ഉണ്ണിയുടെ ഇല്ലം. മനസ്സിലായ? ഇപ്പൊ ഇതാണ് നിന്റെ ഇല്ലം. അപ്പൊ പറയേണ്ടത് ആ ഉണ്ണിയാ. നിന്റെ ഉണ്ണിക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല, അതായിട്ടില്ല, കുറെ കാലം കഴിയിട്ടില്ല. പറഞ്ഞോ? എന്റെ ഉണ്ണിയുടെ മംഗല്യം അടുത്ത ആറാട്ടുപുഴ പൂരത്തിന് മുമ്പ് നടത്തിത്തരാം എന്ന് പറഞ്ഞു. നീ ഞാൻ നടത്തിത്തരാം. 2 മിനിറ്റ് എനിക്കും എന്റെ കാണിക്കും. സമ്മതമാണ്, സമ്മതമാണ്. എന്റെ 4-ാം പടത്ത് ഇതിപ്പോ എന്റെ 4-ാം പടാ. മനസ്സിലായില്ല? ആ കണക്കിലല്ല ഞാനിത് ഇവിടെ ഇരിക്കണ. അവിടെ തന്നേക്കണം. എന്റെ കാണിക്കും എനിക്കും. സമ്മതിച്ച ഇനി മംഗല്യം കഴിഞ്ഞിട്ട് ആകെ കഷ്ടനഷ്ടത്തിലാ. അവിടെ നിന്ന് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടാ ഞാനിത് നടത്തിയ. ഇതൊന്നും എന്നോട് പറയാൻ പറ്റില്ല. 7 നാള് 8-ാമത്തെ നാളായി ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കും. വന്ന മുതൽ അങ്ങോട്ട് പറഞ്ഞേക്കുന്നു. സമ്മതിച്ച? ഭരണി അല്ലേ നക്ഷത്രം? ഒരു ചടങ്ങ് ദേവാദിദേവന്മാർ സംഗമിക്കുന്ന സംഗമഭൂമിയിൽ നടക്കുന്നത് സത്യമാണെങ്കിൽ ഞാൻ കത്തിച്ചു കൊടുക്കുന്ന ദീപം വലത് കൈ കൊണ്ട് വാങ്ങി പലങ്കാല് വെച്ച് ചുവന്ന ആട ചുറ്റിയ ഒരു പെൺസന്താനം എന്റെ ഭവനത്തിലേക്ക് വന്നായിരുന്നു എന്നും പറഞ്ഞ് നീ പൊതിഞ്ഞു വെച്ചോ. ചുവന്നേ ഇനി വാങ്ങിച്ചതല്ലേ, നിന്റെ കയ്യിലെ വെള്ളിയല്ലല്ല, അത് കൊണ്ടുപോക്കോ. എനിക്കുള്ളത് ഞാൻ വേറെ വാങ്ങിക്കാതെ വെച്ചിട്ട് പിന്നെ നിന്റെ 100 വെള്ളിക്ക് എനിക്ക് വേണ്ട. നീ ആ ഉണ്ണിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചല്ലേ, നിന്റെ കയ്യിലത്തെ വെള്ളിയല്ലല്ല, വേണ്ട. അത് നിന്റെ മകനായിട്ട് സങ്കല്പിക്കാം. മരുമകനല്ലേ, മകനല്ലല്ലോ. സങ്കല്പത്തിലല്ലേ വരുള്ളൂ അല്ലേ? നീ പറഞ്ഞില്ല നിന്റെ മകൻ. ആ ഉണ്ണിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് നീ തരാണെങ്കിൽ എനിക്കത് വാങ്ങിക്കാൻ അർഹതയുണ്ട് ഇല്ലേ? അങ്ങനെ ഇങ്ങനെ നോക്കണ്ട. ഞാൻ ഇങ്ങനത്തെ മുതലാ കൊണ്ടുപോ. അന്ന് ഞാൻ വാങ്ങിച്ചതിന് സന്തോഷക്കുറവ് തോന്നണ്ട. സന്തോഷത്തിൽ ഞാൻ എനിക്ക് കാര്യം നടന്നിട്ടാ എന്റെ വെള്ളിക്കൂലി വാങ്ങിക്കാം. എന്റെ കാര്യം നടത്തി തരുമ്പോ എനിക്ക് അതിനുള്ള ഈ 100 വെള്ളിയും കൂടിക്ക് 201 വെള്ളി നീ എനിക്ക് തന്നു. എന്ത് കുഴപ്പമുണ്ടാ? ആ വെള്ളി അങ്ങോട്ട് കൊടുത്തോ, അതങ്ങോട്ട് കൊടുത്തു. അതെന്റെ ഉണ്ടിയുടെ വെള്ളി, അത് നീ വാങ്ങിച്ചു വെക്കണ്ട. പൊക്കോ പൊക്കോ പൊക്കോ. ഇല്ല, അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. എന്താ വേണ്ടത്? അല്ല, ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി. ഉണ്ണി നിശ്ചയിച്ചാൽ അത് നടക്കാൻ പോണില്ല. ഏതാ മനസ്സിലായില്ലേ? ഉണ്ണിക്ക് ഞാൻ പറഞ്ഞു ആ 4-ാം പടത്തിന്റെ കണക്ക് ഞാൻ ചോദിക്കാതിരുന്ന ഉണ്ണി മാത്രം നിശ്ചയിച്ചാൽ നടക്കില്ല. ഒന്ന് ഇങ്ങനെ ഞാൻ പിടിച്ചു വെക്കുമ്പോ ഒന്ന് അങ്ങനെ ചാടി. അതല്ല കണക്ക് അല്ലേ? ആ, അപ്പൊ ഉണ്ണികളെ ഒരു 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 വലക്കകത്താവട്ടെ. മനസ്സിലായില്ല? എന്നിട്ട് ഞാൻ നിശ്ചയിക്കാം. ആ, അതുണ്ടാവണല്ലോ, അതുണ്ടാവണല്ലോ. മനസ്സിലായില്ല? ഞങ്ങളെപ്പോലുള്ള കരുക്കൾ എന്തിനാന്നറിയാം? ചില 4-ാം പടങ്ങളെ കൊണ്ടൊന്ന് വെച്ചേക്കണം. സന്തതി പരമ്പര കാത്തുരക്ഷിക്കാനാ. അപ്പൊ ഉണ്ണി സന്താനങ്ങൾക്ക് വെള്ളിയും കാര്യങ്ങളൊക്കെ ആകുമ്പോ ഞങ്ങളുടെ അടുത്ത് കഴിഞ്ഞിട്ട് വേലിപ്പത്തല്ലേ എടുത്തിട്ടല്ലേ? ഉണ്ണിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഉണ്ണികളെ ഞാൻ വേലിപ്പത്തല്ല അവിടേക്ക് ആക്കിയിട്ടില്ല. അത് തന്നെയാ പറഞ്ഞു. ഒരു ഉണ്ണിയെ ഞാൻ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ അടുത്ത ഉണ്ണി ചാടി പോവാ. എല്ലാ ഉണ്ണികളെയും കൂടി ഞാൻ ഒരു വലയിലാക്കുന്ന ഒരു സമയമുണ്ട്. സമയമായിട്ടില്ല. മനസ്സിലായി? അപ്പൊ ഞാൻ ആക്കിത്തരാം. ഉണ്ണി നിര്യാണം വന്നു പോയി ഉണ്ണികളൊന്നും വിളിക്കേണ്ട കാര്യമില്ല. വിളിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടി വന്നു കൂട്ടിയിട്ട് പിന്നെ എന്തിനാ ഉണ്ണിയെ? അത് തന്നെ ഞാനും പറഞ്ഞോളൂ. ഇതൊന്ന് നേരെ ആവണം. അത് നേരെ ആവണമെങ്കിൽ ഇത്തിരി പാടുണ്ട്. അത് ഉണ്ണികൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാൻ എന്തിനാ തരൂ? എന്റെ പോത്തിനെ കൈയഴിച്ച് വിട്ടേക്കണം. അത് എവിടെ വരെ പോകുന്ന എനിക്കറിയാം. അതിന്റെ ചരടന്റെ കയ്യിലല്ലേ? പോത്ത് എവിടെ വരെ പോയാലും അതിന്റെ അറ്റമന്റെ കയ്യിലല്ലേ ഉണ്ണി? അപ്പൊ അത് എവിടെ വരെ പോകണമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നോക്കട്ടെ. അല്ല, അത് നോക്കട്ടെ. അതന്നെ ഞാനും പറഞ്ഞേ. അവിടെയുള്ള കരുക്കളൊക്കെ പോയി നോക്കിയിരിക്കണെന്ന്. ഇത് എവിടെ വരെ തുള്ളല് നടക്കുന്നത് ഞങ്ങളൊന്നറിയട്ടെ. ഈ തുള്ളലിനൊരു അവസാനം ഉണ്ടാവുമല്ലോ ഇല്ലേ? പൊക്കോ ഉണ്ണി, ഞാനുണ്ട്. പൊക്കോ. ഇങ്ങേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനക്കേട് അങ്ങനെ വല്ല നിശ്ചയം തന്നിട്ട് അല്ല എന്താ ഞാൻ ചെയ്തു തരേണ്ടത്? ഒന്നും വേണ്ടേ? എന്തൊരു കാര്യത്തിന് വടി എറിഞ്ഞിട്ടല്ലോ, ആ വടി ഞാൻ അവിടെ കുറ്റി വെച്ച് നിർത്തണം.
അപ്പൊ പിന്നെ നീ ഒന്നും ചെയ്തല്ലാന്നുണ്ട് ഇപ്പൊ നിങ്ങൾ അതങ്ങനെ പറഞ്ഞേ. ആ പറയേ, ഞാൻ ഇങ്ങനെയാ. അത് തന്നെയല്ല ഞാൻ പറഞ്ഞ നിന്നോട്. ഞാൻ എന്താ പറഞ്ഞേ? നീ ഒരു കാര്യം നിശ്ചയിച്ചിട്ട് നീ ഒരു വടി എറിഞ്ഞ് നിർത്തിണ്ട്. ആ വടി ഞാൻ അവിടെ കുറ്റി വെച്ച് നിർത്തണമെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. അതിലെല്ലാ അർത്ഥമുണ്ട് അല്ലേ? എന്താ വേണ്ട? ആ പറയൂ. പറഞ്ഞ കാര്യം പറഞ്ഞു. എനിക്ക് രഹസ്യമൊന്നുമില്ല. ഇവിടെ ഉറക്കെ പറയും. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് എന്റെ കോമര എങ്ങനെയാ കാര്യം പറഞ്ഞു. എന്നാലേ എനിക്ക് എന്റെ കാര്യം നടത്തി വെള്ളി ചോദിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് നീ അങ്ങനെ ഇങ്ങനെ അതില്ല. എനിക്ക് നടത്തി തരാൻ പറ്റാത്തൊരു കാര്യമില്ല. ഉണ്ണിയെ എന്താന്ന് പറ. ശരീരത്തിന്റെ അല്ലേ? അത് നിനക്ക് ഒന്ന് കുത്തിച്ചാർത്തി തരണം ഞാൻ അല്ലേ? അപ്പൊ ഇതിങ്ങോട്ട് പറഞ്ഞ പോലെ നിന്റെ വല്ല സ്നേഹബന്ധം വന്ന് നിൽക്കണ്ട ഇപ്പുറത്ത്. പറഞ്ഞോ? 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 അത് പറഞ്ഞ ഞാൻ സമ്മതിക്കില്ല. അത് പറഞ്ഞ് നേരെ പറഞ്ഞ നിനക്ക് ഞാൻ അടുത്ത ആ ഒരു കാര്യത്തിൽ ചേർത്തി തരും. പറഞ്ഞേ വെറുതെ. ആ എന്താ? ഞാൻ ഇപ്പുള്ള കഥയൊന്നും ചോദിച്ചില്ല. ഞാൻ ഇപ്പൊ ഉള്ള കഥ പറഞ്ഞിട്ടില്ല. നീ എന്തിനാ ഞാൻ ഇരിക്കുന്ന വരമ്പ് എന്തിനാ നീ കളക്കണേ? ആ വരമ്പ് ഞാൻ കളക്കും, നീ കളക്കണ്ട. ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ടുണ്ടോ? അത് സത്യം പറഞ്ഞു. സത്യം പറഞ്ഞു. കാണാറുണ്ടോ? നീ അന്വേഷിക്കാറുണ്ടോ? സത്യം പറ. എന്നാലേ എനിക്ക് നിന്റെ കാര്യം നടത്തി തരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ ചോദ്യം. എന്താ ഉണ്ണി പറഞ്ഞിട്ടില്ല? അന്റെ ഉണ്ണി അങ്ങനെ പറഞ്ഞില്ല. അല്ലേ നീ എവിടെയെങ്കിലും പടി എറിഞ്ഞിട്ട് ഞാനവിടെ കുറ്റി വെക്കണമെന്ന് വെച്ച് രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാ. ഒന്ന് നിന്റെ ശരീര സംബന്ധമായിട്ടുള്ള ആ ഒരു കാര്യം. അത് 10 പേരെ നിനക്ക് ഒരു മണ്ഡപത്തിൽ കയറി നിന്ന് നിന്റെ നെഞ്ചത്തൊരു കാര്യം ചാർത്തി കിട്ടണം. അതൊന്ന്. പിന്നെ ഇതൊന്ന്. 2 കാര്യം. നീ നല്ല ഉണ്ണിയാ. നക്ഷത്രം പറഞ്ഞ ഉണ്ണിയാ. മുമ്പ് കാര്യം നടത്തി തന്നെ ഒരേ ഒരു കാര്യം ഞാനാ. നിനക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നു. എനിക്ക് മോഹിച്ചത് കൊണ്ട് തന്നെ ഞാൻ ചോദിച്ച അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നു. ഞാൻ നടത്തി തരാൻ പോലെ ഞാനൊരു 3 കറുത്ത ദിനം പറഞ്ഞിട്ടുണ്ട്. അത് കൊണ്ടുവരണം. ഒക്കെ ഉണ്ണി ഞാൻ തീർപ്പുണ്ടാക്കില്ല. എന്റെ വ്യാഴം ഇങ്ങോട്ട് മാറി വരണം. അപ്പൊ പിന്നെ ഞാൻ പെണ്ണിന് ഒന്ന് പറഞ്ഞു നടന്നു പോകുന്ന കാര്യാ. ഈ 40 വയസ്സുകാലം വരെ നീട്ടി ചുരുക്കിയത്. എന്നോട് എന്താ പറഞ്ഞ? എന്റെ കൂടെ പറഞ്ഞുകൊണ്ടിട മംഗല്യം കഴിഞ്ഞിട്ടില്ല. എന്റെ മംഗല്യം കഴിഞ്ഞു, അങ്ങേരുടെ മംഗല്യം കഴിഞ്ഞിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് നീ പറയണത് എന്താ? 4ാമിടത്ത് കരുക്കളുടെ ഇല്ലം പൂർത്തീകരിച്ചിട്ടില്ല. അപ്പൊ അത് പൂർത്തീകരിച്ച് അതിനകത്ത് കയറി നിന്നിട്ട് മംഗല്യം നടക്കുന്ന വെച്ചിട്ടാണോ നീ ഇരിക്കണത്? അപ്പൊ ഇതും അതായിട്ട് എന്താ ബന്ധം ചോദിക്കുന്നത്? അമ്പലപ്പടി നിങ്ങളുടെ ആങ്ങളുടെ കല്യാണമായിട്ട് എന്താ ബന്ധം ചോദിക്കുന്നത്? അവിടത്തെ കരുക്കൾ നിശ്ചയിക്കും. മനസ്സിലായില്ല? ഇത് ഞാൻ നിശ്ചയിച്ചു തരാം. അതല്ലേ ചോദിച്ചേ. 32 വയസ്സിൽ കല്യാണം. നീ പറഞ്ഞ ഭാഷയിൽ നിന്റെ കൂടെ പറഞ്ഞോണ്ട് കല്യാണം. എനിക്ക് മംഗല്യം എന്ന് പറയാൻ പറഞ്ഞു. അത് കഴിയേണ്ടതാ. ഇത്ര നീട്ടിക്കൊണ്ടുപോയതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചേ. ഞാൻ വീടുണ്ടാക്കി തരാം കേട്ടാ. ഞാനത് അത് കഴിഞ്ഞിട്ട് മംഗല്യം കഴിഞ്ഞിട്ട് കണക്ക് ചോദിച്ചോളാം. അവിടെ ചോദിച്ചോളാം. കൈകാലി ശുദ്ധി വരുത്തുമ്പോ നീ എന്നോ എന്നോട് പറഞ്ഞു. എന്നോടല്ല, എന്നോടപ്പുറന്നോടൊന്ന് പറഞ്ഞു. മനസ്സിലാവണ്ട? അവിടെ വന്നിട്ട് എനിക്ക് പറ്റില്ല, തീരെ വയ്യാന്ന് പറയണം. തീരെ വയ്യാണ്ടെന്ന് പറയണ്ടാവും.
അങ്ങോട്ട് കടന്നിട്ട് പറയേണ്ടത്. അവിടെ ചെല്ലുമ്പോ ഞാനും എന്റെ ഉടപ്പുറന്നോളും അതുപോലുള്ള കരുക്കളും നിന്നെ നോക്കിക്കോളും. ഈ നേരം വരെ 2 കയ്യിൽ താങ്ങിക്കൊണ്ട് നടന്നിട്ടില്ലേ? ഞാൻ വീഴാൻ പോയിട്ടും താങ്ങില്ലേ? അവിടെ നിന്ന് കടന്നപ്പോ വീഴാൻ പോയില്ലേ വടക്ക് ഭാഗത്ത്? എന്നിട്ട് താങ്ങി പിടിച്ചില്ലേ ഞാൻ നിന്നെ? ഇല്ലേ? വടക്ക് ഭാഗത്ത് 2 വട്ടം വീഴാൻ പോയില്ലേ പിന്നാക്കം പറഞ്ഞു? അപ്പോഴും ഞാൻ പിന്നിൽ നിന്ന് താങ്ങില്ലേ? അത് താങ്ങാൻ എനിക്ക് കഴിവുണ്ടെങ്കിൽ എന്റെ മാതാവ് നിന്റെ 4-ാം അടുത്തുള്ള കുഞ്ഞുകുട്ടി പൈതങ്ങളെ നോക്കാനായിട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിട്ട് ഞാൻ നോക്കിക്കോളാം. മതിയാ? പിന്നെ അവിടെ വന്നിട്ട് അവിടെ വേദന ഇവിടെ വേദന അത് എന്നോട് പറയണ്ടെന്ന് ഞാൻ നോക്കിക്കോളാം. അതല്ല നീ വീഴാൻ പോയപ്പോ നീ എന്നെ വിളിച്ചില്ല, ഞാൻ താങ്ങില്ലേ നിന്നെ? പൊക്കോ.